ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഇന്ന് യോഹന്നാനോട് വല്ലാത്തൊരു സ്നേഹം തോന്നും. കാരണം വേറൊന്നുമല്ല, ഈ യോഹന്നാന് ശരിക്കും താൻ ആരാണെന്നൊരു ബോധ്യം കൃത്യമായിട്ടുണ്ട് എന്നുള്ളതാ. അതുകൊണ്ടാണല്ലോ വേറൊരാളുടെ വളർച്ചയിൽ അവന് അസൂയ തോന്നുന്നില്ല, പരിഭവമില്ല, അതിനെക്കുറിച്ച് പരാതികളില്ല. ക്രിസ്തു വളരുന്നു എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തന്റെ സ്ഥാനം പോകുന്നൊരു പേടിയൊക്കെ ശരിക്കും യോഹന്നാൻ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അവന് അങ്ങനെ ഒരു പേടിയില്ല, കാരണം താൻ ആരാണെന്നും എന്താണെന്നും ഒരു ബോധ്യമുണ്ട്. അപ്പൊ വേറെ ആരൊക്കെ അവിടെ വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും താൻ തന്റെ വില അല്ലെങ്കിൽ തന്നെ ഇതൊന്നും റീപ്ലേസ്ഡ് ആവില്ല എന്ന് അവൻ ചിന്തിക്കുകയാണ്. ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നതല്ലേ, വേറൊരാൾ വളരണ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. ആ പേടി അസൂയയായിട്ട് മാറും, അല്ലെങ്കിൽ അത് പരാതികളായിട്ട് മാറും. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ആരാണെന്നൊരു ബോധ്യം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വളർച്ചയെ കുറെ കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. അവരന്റെ വളർച്ചയിൽ നമുക്ക് സന്തോഷിക്കാനും പറ്റും. അതിനുവേണ്ട ഒരു ബോധ്യത്തിലേക്ക് വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.